ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കെമിസ്ട്രി ക്ലാസ് കണ്ടിന്യൂഷൻ തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. നമ്മൾ ഇന്നലെ അതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് വരികയാണ്. ആ സെക്ഷനിൽ നമ്മൾ ഇന്നലെ മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ കുറേ പഠിച്ചിരുന്നു. മെഷർമെൻറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇന്ന് വരുന്നത് നമുക്ക് യൂണിറ്റ്സ് ഉണ്ടാവും. മാസ്, വെയ്റ്റിനൊക്കെ യൂണിറ്റ്സ്, കാര്യങ്ങൾ, ടെമ്പറേച്ചർ, ഇതിൻ്റെയൊക്കെ ഇന്നലെ ഒരു ചെറിയൊരു ബേസിക് മാത്രമേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തോളൂ. നമുക്ക് ഇന്ന് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു ദ ക്ലാസ്. മാസ് ആൻഡ് വെയ്റ്റ്, ഇതാണ് ഫസ്റ്റത്തെ ടേം, മാസ് ആൻഡ് വെയ്റ്റ്. എല്ലാവരും മാസ് വെയ്റ്റും പറയുമ്പോൾ എപ്പോഴും മാസും വെയ്റ്റും ഒരേപോലെയാണെന്ന് ഉള്ള രീതിയിലാണ് പറയുന്നത്. മാസ് ഓഫ് എ ബോഡി, വെയ്റ്റ് ഓഫ് എ ബോഡി, ഇതിനെന്താണ് ഡിഫറൻസ് എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പം സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ഇത് ആ ബോഡിയുടെ മാസ്, ഇതാണ് ആ ബോഡിയുടെ വെയ്റ്റ്, ഇത്രയും കിലോഗ്രാം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ആക്ച്വലി അക്കോർഡിംഗ് ടു ദ കെമിസ്ട്രി ഈ മാസും വെയ്റ്റും തമ്മിൽ നമുക്കൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. എന്താണ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ് ഇസ് ദ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ body. That means if you take an object and if you want to find out the mass of an object, the mass of the object means the amount of matter present in that object. മനസ്സിലായോ? ആ ഒബ്ജക്റ്റിനകത്ത് എത്ര എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻ്റ് ആണോ അതാണ് അതിൻ്റെ മാസ്. ഇപ്പോൾ ഒരാളുടെ മാസ്, ഒരു മാസ്, ബോഡിയുടെ മാസ് എന്ന് വെച്ചാൽ ബോഡിയിൽ എന്തോരം മാറ്റേഴ്സ് അവിടെ പ്രസൻ്റ് ആണോ അതാണ് ആ ബോഡിയുടെ മാസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എം ഓർ ക്യാപിറ്റൽ എം. നമുക്ക് സ്മോൾ എമ്മിലും ഡിനോട്ട് ചെയ്യാം, ക്യാപിറ്റൽ എമ്മിലും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ മാസ് ഓഫ് എ ബോഡി എന്താണെന്ന്, അല്ലെ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദാറ്റ് ബോഡി ഓർ പ്രസൻറ്റ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? അതിനകത്ത് എന്തോരം കണ്ടൻറ്റ് മാറ്റർ പ്രസൻ്റ് ആണോ അതാണ് ആ ബോഡിയുടെ മാസ്. നെക്സ്റ്റ് ഈസ് വെയ്റ്റ്. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ് ഈസ് എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ്. നമ്മളുടെ വെയ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ഡ്യൂ ടു ദ, എന്ത് കാരണം കൊണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഇന്ന് നമ്മളുടെ കെമിസ്ട്രി ക്ലാസ് കണ്ടിന്യൂഷൻ തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. നമ്മൾ ഇന്നലെ അതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് വരികയാണ്. ആ സെക്ഷനിൽ നമ്മൾ ഇന്നലെ മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ കുറേ പഠിച്ചിരുന്നു. മെഷർമെൻറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇന്ന് വരുന്നത് നമുക്ക് യൂണിറ്റ്സ് ഉണ്ടാവും. മാസ്, വെയ്റ്റിനൊക്കെ യൂണിറ്റ്സ്, കാര്യങ്ങൾ, ടെമ്പറേച്ചർ, ഇതിൻ്റെയൊക്കെ ഇന്നലെ ഒരു ചെറിയൊരു ബേസിക് മാത്രമേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തോളൂ. നമുക്ക് ഇന്ന് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു ദ ക്ലാസ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? നമ്മളുടെ ഭൂമിയിലേക്ക് നമുക്കൊരു പുള്ളുണ്ടല്ലോ, ആ ഫോഴ്സ് എന്തോരം ആണ് അതും കൂടെ ആ ബോഡിയിൽ വന്ന് ആക്ട് ചെയ്യുമ്പോഴുള്ളതിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് വിളിക്കുന്നത്. വെയ്റ്റ് എന്ന് പറയുന്നത് മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്. അത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. മറ്റേത് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി ആണെങ്കിൽ ഇവിടെ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ്. ആ മാസിനകത്ത് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എന്ത് കാരണം കൊണ്ട്? ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ പുൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? മാസ് എന്ന് പറയുന്നത് ഒരു മാറ്ററിനകത്ത് എത്രമാത്രം എമൗണ്ട് ഓഫ് മാറ്റർ, ഒരു ഒബ്ജക്റ്റിനകത്ത് എത്രമാത്രം എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻ്റ് ആണോ അതാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ വെയ്റ്റ് എന്ന് പറയുന്നത് ആ മാസിനകത്ത് എത്രത്തോളം ഫോഴ്സ് എക്സേർട്ടഡ് ആയിട്ടുണ്ടോ, എത്രത്തോളം ഫോഴ്സ് വരുന്നുണ്ടോ, മെഷർ ഓഫ് ദ ഫോഴ്സ് ഓൺ ദാറ്റ് മാസ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് രണ്ടിനെയാണ് നമ്മൾ മാസും വെയ്റ്റും പറയേണ്ട. ഒരിക്കലും തെറ്റരുത്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദ ബോഡി. ഇവിടെ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് മാസ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്.
വെയ്റ്റിനെ നമുക്ക് എപ്പോഴും ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന W വെച്ചിട്ടാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ W ഇല്ലാതെ നമുക്ക് വെയ്റ്റിനെ ഡിനോട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, വെയ്റ്റിനകത്ത് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ആക്ട് ചെയ്യുന്ന മാസിനെ ആ ഫോഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് W ഇസ് ഇക്വൽ ടു M ഇൻറ്റു G എന്നാണ് നമ്മൾ പറയുന്നത്. വെയ്റ്റ് മീൻസ് W ഇസ് ഇക്വൽ ടു M ഇൻറ്റു G. M ഈസ് ദ മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻറ്റു G ഈസ് ദ ജിയുടെ വാല്യൂ എത്രയാണ്, നമ്മളത് ഫിസിക്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് മാസിന് ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ ഏത് പൊസിഷനിൽ ചെന്ന് നിന്നാലും ഏത് സ്ഥലത്ത് പോയി നിന്നാലും നമ്മുടെ മാസിന് ചേഞ്ച് ഉണ്ടാവില്ല, ബട്ട് ദ വെയ്റ്റിന് ചേഞ്ച് വരാം. അപ്പോൾ അതെങ്ങനെയാണ് വെയ്റ്റിന് ചേഞ്ച് വരുന്നത്, അത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ നമുക്കിത് നോക്കാം. ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഇപ്പോൾ ഈ കുട്ടിയുടെ വെയിറ്റ് പറയുന്നത് മാസ് പറയുന്നത് 30 കിലോഗ്രാം ആണ്. ഈ കുട്ടിയുടെ മാസ് പറയുന്നത് 30 കിലോഗ്രാം ആണ്. അപ്പം ഈ കുട്ടി ഇപ്പം ഏർത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഏർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഇസ് G ഇസ് ഇക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിയുടെ മാസ് 30 ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 294 ന്യൂട്ടൺ കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് ഈ കുട്ടി ഇവിടെ നിൽക്കും നേരത്തെ അതിൻ്റെ മാസ് പറയുന്നത് മാസ് ഈസ് 30 കിലോഗ്രാം ആണ് ആ കുട്ടിയുടെ മാസ്. ആൻഡ് ഹീ സ്റ്റാൻഡിങ് ഇൻ ദ എർത്ത്. അപ്പം എർത്തിൽ നിൽക്കുന്ന നേരത്ത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ കുട്ടിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയ്റ്റിന് വ്യത്യാസം വരും. ആ കുട്ടി വെയ്റ്റ് ഓൺ ദ എർത്തിലെ ആ കുട്ടിയുടെ വെയ്റ്റാണ് നമ്മൾ കാണാൻ പോണത്. വെയ്റ്റ് എന്തായിരിക്കും, ആ കുട്ടിയുടെ മേത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു G. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇതിനകത്ത് എത്രയായിരുന്നു നമ്മൾ ആക്സിലറേഷൻ, G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് എത്രയായിരുന്നു നമ്മൾ കണ്ടത് 9.8. അപ്പോൾ 30 ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആ കുട്ടിയുടെ എർത്തിലുള്ള വെയ്റ്റ്. ആ വെയ്റ്റിനെ നമ്മൾ വെയ്റ്റ് അപ്പം എത്ര കിട്ടി, 294 ന്യൂട്ടനായിട്ട് കിട്ടി. ന്യൂട്ടൺ എന്ന് പറയുന്നത് വെയ്റ്റിൻ്റെ യൂണിറ്റായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ആ കുട്ടി ഇപ്പോൾ മൂണിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെയ്റ്റ് ഓൺ ദ മൂൺ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/6 ആയിട്ട് മാറും. എർത്തിനേക്കാൾ 1/6 ആയിട്ട് മാറുന്നതാണ് മൂണിൽ ചെല്ലുന്നിടത്ത്. സോ മൂണിലെ G എന്ന് പറയുന്നത് എത്രയായിരിക്കും? കുട്ടിയുടെ മാസിന് വ്യത്യാസം വരുന്നില്ല. എർത്തിലായാലും മൂണിലായാലും കുട്ടിയുടെ മാസ് എപ്പോഴും 30 കിലോഗ്രാം തന്നെയാണ്. പക്ഷേ എർത്ത് കഴിഞ്ഞ് മൂണിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു, ആ G എന്ന് പറയുന്ന വാല്യൂ വ്യത്യാസം വന്നു. G എന്ന് പറയുന്ന വാല്യൂ എത്രയായിട്ട് മാറി, 30 ഇൻറ്റു 1.625 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വെയ്റ്റും മാറി. വെയ്റ്റ് എന്തായിട്ട് മാറി, 48 ആയിട്ട് മാറി. 48.95 ന്യൂട്ടണായിട്ട് ആ കുട്ടിയുടെ വെയ്റ്റ് മാറി. നോക്കിക്കേ, ദ മാസ് ഡസൻ ചേഞ്ച്. മാസിന് മാറ്റമേ വന്നില്ല. ദ മാസ് ഓഫ് ദ ബോഡി ഇൻ ദ എർത്ത് ആൻഡ് ഇൻ ദ മൂൺ ഈസ് ദ സെയിം. ബിക്കോസ് വാട്ട് ഈസ് മാസ്? മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് present in that body, amount of matter present in that body, that is called mass. അതുകൊണ്ട് മാസിന് ചേഞ്ച് ഉണ്ടാവില്ല. മാസ് ഡസൻ ചേഞ്ച് ഇൻ എനി പൊസിഷൻസ്, ഇൻ എനി പ്ലേസ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ വെയ്റ്റിന് വ്യത്യാസം വരുന്നു. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ് മീൻസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് മാസ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ വെയ്റ്റിന് മാറ്റം വന്നു. വെയ്റ്റ് എർത്തിലായിരുന്നപ്പോൾ ആ കുട്ടിയുടെ വെയ്റ്റ് ഇൻറ്റു എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 9.8. അപ്പോൾ അത് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 294 ന്യൂട്ടൺ കിട്ടി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഇൻ ദ മൂൺ ആയിരുന്നെങ്കിൽ 30 ഇൻറ്റു 1.625 ചെയ്തപ്പോഴേക്കും നമുക്ക് മൂണിലെ വെയ്റ്റ് കിട്ടി. ദാറ്റ് ഈസ് 48.75 ന്യൂട്ടൺ കിട്ടി.
ഇതാണ് വെയ്റ്റും മാസും തമ്മിലുള്ള ഡിഫറൻസസ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ട്. Mass is a measure of amount of matter in a body. Mass is denoted by small m or capital M. Weight is a measure of amount of force acting on a mass due to the acceleration due to gravity. And weight is usually denoted by W. Weight is equal to mass multiplied by the acceleration of gravity. W is equal to m into g, where g is 9.8 meter per second square. ഇതാണ് അതിൻ്റെ നോട്ട്സ്. ഇത്രയെങ്കിലും നിങ്ങൾ അതിൻ്റെ ഡിഫറൻസസ് ചോദിക്കുമ്പോൾ എഴുതേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് നമ്മളൊരു മെഷർമെൻറ്റ്, അടുത്ത മെഷർമെൻറ്റിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് അനാലിറ്റിക്കൽ ബാലൻസ്. അനാലിറ്റിക്കൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനാലിറ്റിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അനാലിറ്റിക്കൽ ബാലൻസ് ശരിക്കും ഒരു അക്യുറേറ്റ് ലാബോറട്ടറി ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാരണമാണ് അനാലിറ്റിക്കൽ ബാലൻസ്. ആൻ എക്സ്ട്രീംലി അക്യുറേറ്റ് ലാബോറട്ടറി ബാലൻസ് ക്രിയേറ്റഡ് ടു പ്രിസൈസ്ലി മെഷർ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇത് ശരിക്കും ഇലക്ട്രോണിക് ബാലൻസ് ആണ്, ഡിജിറ്റൽ ബാലൻസ് ആണ്. ഇതൊരു അനാലിറ്റിക്കൽ ബാലൻസ്. ഇത് മാനുവലി ഇവിടെ വെയിറ്റ് എടുത്ത് നമ്മുടെ കടകളിലൊക്കെ ത്രാസ് പോലെ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ കെമിക്കൽ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു അനാലിറ്റിക്കൽ ബാലൻസ് ആണ്. ഇവിടെ നമ്മൾ വെയിറ്റ് വെക്കുന്നു, അവിടെ നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയാനായിട്ട് അവിടെ കിട്ടുന്ന സോൾട്ട് വളരെ 2 ഗ്രാം 1 ഗ്രാം അത്രയും പോലും ഉണ്ടാവില്ല, 0.03 ഗ്രാം. ഇതൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളിവിടെ വെയിറ്റ് നോക്കുന്നൊരു ബാലൻസാണ് അനാലിറ്റിക്കൽ ബാലൻസ്. പക്ഷേ ഇതാണെങ്കിൽ കുറച്ച് ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ നൗഡേയ്സ് യൂസിങ് ബാലൻസാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാലൻസിൻ്റെ പറയുന്ന പേര് ഡിജിറ്റൽ ബാലൻസ് എന്ന് പറയും, ഇലക്ട്രോണിക് ബാലൻസ് എന്നൊക്കെ പറയും. ഇവിടെയാണ് ഈ കാണുന്ന സ്റ്റീൽ കളറിലാണ് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ എന്താണോ നമുക്ക് മെഷർ ചെയ്യാനുള്ള ചെറിയ വളരെ സ്മോളായിട്ട് ക്വാണ്ടിറ്റീസിലുള്ളതിലൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് സോ വി ക്യാൻ റീഡ് ദ മെഷർമെൻറ്റ് ഇൻ ദിസ് ഡിജിറ്റൽ പ്ലേസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അനാലിറ്റിക്കൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. അനാലിറ്റിക്കൽ ബാലൻസ് ആർ എക്സ്ട്രീംലി അക്യുറേറ്റ് ലാബോറട്ടറി ബാലൻസ് ക്രിയേറ്റഡ് ടു പ്രിസൈസ്ലി മെഷർ ദ മാസ് ഓഫ് ആൻ. നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് മെഷർമെൻറ്റ്, കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടാൻ പറ്റുന്നൊരു ബാലൻസ് ആണ്. അനാലിറ്റിക്കൽ ബാലൻസ് highly sensitive laboratory instrument used in the chemical analysis to measure the mass of chemicals and objects accurately and precisely up to 0.01 mg. 0.01 വരെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂവിൽ നമുക്ക് പറയാം. അനാലിറ്റിക്കൽ ബാലൻസിൻ്റെ പ്രത്യേകത അതാണ്. 0.01 mg വരെ ഉള്ള ചെറിയ എമൗണ്ട്, ചെറിയ മാസ് വരെ കാണാൻ പറ്റുന്ന ഒരു ബാലൻസാണ് ആക്ച്വലി ഈ അനാലിറ്റിക്കൽ ബാലൻസ് കൊണ്ട്. അപ്പം നമുക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതല്ല, എന്നാലും അനാലിറ്റിക്കൽ ബാലൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അനാലിറ്റിക്കൽ ബാലൻസ് ആർ എക്സ്ട്രീംലി അക്യുറേറ്റ് ലബോറട്ടറി ബാലൻസ് ക്രിയേറ്റഡ് ടു ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ബാലൻസ് ആണ്. എന്തിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു പ്രിസൈസ്ലി മെഷർ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് കുറച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രിസൈസ്ലി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബാലൻസാണ് അനാലിറ്റിക്കൽ ബാലൻസ്. അപ്പോൾ ഇത്രയും പറയണം. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി accurate laboratory balance. Analytic balance എന്താണ്? Is an extremely accurate laboratory balance. It is used to precisely measure of an object. Precisely എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് പോലും അതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? അനാലിറ്റിക്കൽ ബാലൻസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ കെമിക്കൽ അനാലിസിസ്. നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലബോറട്ടറി ബാലൻസ് ആണ്. ഈ ബാലൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കെമിക്കൽ അനാലിസിസിന് ഒത്തിരി സഹായിക്കുന്നൊരു ബാലൻസാണ്. ഈ കെമിക്കൽ റിയാക്ഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്ക് തരുന്ന സോൾട്ട് ഇത്രയും ഗ്രാം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബാലൻസാണ് ആക്ച്വലി ദിസ് ഇസ് അനാലിറ്റിക്കൽ ബാലൻസ്. അപ്പം ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ എ കെമിക്കൽ അനാലിസിസ് ടു മെഷർ ദ മാസ് ഓഫ് എ കെമിക്കൽസ് ആൻഡ് ഒബ്ജക്ട്സ് ആക്യുറേറ്റ്ലി. നമുക്ക് കിട്ടുന്ന കെമിക്കലിൻ്റെ മാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മാസ് കറക്റ്റായിട്ട് കിട്ടും. ആൻഡ് പ്രിസൈസ്ലി അപ് ടു, പ്രിസൈസ്ലി എന്ന് വെച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് 0.01 mg ഉള്ളെങ്കിൽ പോലും ഈ അനാലിറ്റിക്കൽ ബാലൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും.
ഇൻ ലബോറട്ടറി വി മെയിൻലി യൂസ് മാസ് ഇൻ ഗ്രാംസ്. അതായത് നമ്മൾ ലബോറട്ടറികളിൽ നമുക്ക് കിലോഗ്രാം വലിയ വലിയ എമൗണ്ട് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ആണല്ലോ. നിങ്ങൾ കെമിക്കൽ ലാബ്സിലേക്ക് ചെല്ലുന്ന കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓൾവേസ് ഇൻ ഗ്രാംസ് അല്ലേ. കിലോഗ്രാമിലൊന്നും നമുക്കൊരു റിയാക്ഷനും ചെയ്യാനുണ്ടാവില്ല. അപ്പം നമുക്ക് വേണ്ടത് ഗ്രാം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള ബാലൻസുകളാണ്. അതിലൊന്നാണ് അനാലിറ്റിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാലൻസ്. അപ്പം നമുക്ക് എന്തു പറയാം? അനാലിറ്റിക്കൽ ബാലൻസ് ഈസ് ആൻ എക്സ്ട്രീംലി അക്യുറേറ്റ് ലബോറട്ടറി ബാലൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു precisely measure the mass of an object. It is a high sensitive laboratory instrument. It is used in the chemical analysis, and it help to measure the mass of the chemicals and the objects accurately and precisely up to 0.01 mg. ആൻഡ് ഈ പോയിൻ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ അനാലിറ്റിക്കൽ ബാലൻസ് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നമുക്കിപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.